ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബൈക്ക് റേസിൻ്റെ എന്തോ ആയിട്ടാണ്. ബൈക്കിൻ്റെ എന്തോ ആണ് റൈഡിങ് ഉണ്ടാവും, അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൈഡിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് 3 ബൈക്സും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഗായ്സ്, അതൊന്നും വേഗം വായോ. ഇപ്പം ഞാൻ മൊത്തം കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊന്നും എൻ്റെ കാലത്തൊക്കെ അടിക്കും. കാണിക്കുന്നുണ്ട് നമുക്ക്. ഡയമണ്ട് കിട്ട്. ഇവിടെ എന്താടാ ഒരെണ്ണം കൂടിയിരുന്നു. ഈ ഒരു വണ്ടി വെച്ച് ആദ്യം ഒരു റേസ് ചെയ്യാൻ പോവാണ്. ടയേഴ്സിൻ്റെ 1 2 3 4 5 ടയേഴ്സ്. ഈ സ്കൂട്ടറിൻ്റെ ഈ ബൈക്കിൻ്റെ എന്ന് പറയുമ്പോൾ 1 2 ഈ ബൈക്ക് മോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേപോലെയാണ് മോട്ടിഫിക്കേഷൻ. അവിടെ ഇതിന് 6 എടുത്ത് കാണത്തില്ല. അപ്പം ഇതിനെത്ര ഉണ്ട്? 6 ഇതൊക്കെ ആരെടുക്കുന്നേ? ഞാൻ എടുത്തില്ല. ഞാൻ പൈസ തീർക്കാൻ നോക്കിയതാണ്. നമ്മൾ ഇപ്പം സ്കൂട്ടർ പോയിട്ടാണ് റേസിങ്ങിന് വന്നേക്കുന്നത്. ഡബിൾ വേ ആണോ 1 വേ ആണോ? 2 ഓക്കെ, ഇതെടുക്കാം. കാരണം ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം വേറെ വണ്ടികൾ വന്ന് ഇടിച്ച് കയറി അവിടുന്ന് വരുന്ന വണ്ടിയാണ്. ഇന്ന് ആരാണ് എൻ്റെ കൂടെ വരുന്നത്? വാടാ തുമ്പി. വൺ സ്പീഡുള്ള സാധനമാണ്. നമ്മൾ മിക്കവാറും പൊട്ടുന്നതാണ് പറയുന്നത്. പിന്നെ ഈ സ്കൂട്ടറിന് അത്യാവശ്യം നല്ല സ്പീഡായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുഴപ്പമില്ലായിരിക്കും. ഇവിടെ കത്തി എന്താ നെഞ്ചത്തോട്ടുണ്ട്. എല്ലാവരും വന്ന് കയറുന്നേ. അത് അവൻ ചത്താ? ഇല്ല, അവൻ ചത്തില്ല. ഇവിടെ പുറത്തിട്. അവൻ ഇപ്പൊ ചത്തേക്കുക. അതാണ് സീൻ വരുന്നത്. അവൻ അവിടെ എണീറ്റ് സീനായി. പറത്തിട്ടോ ഇപ്പൊ കിട്ടിയാ നല്ലതാണ്. എടാ അവൻ്റെ കയ്യിൽ മിക്കവാറും ബൂസ്റ്റ് ഉണ്ടാവുമോ? അവൻ ആ ബൂസ്റ്റ് എടുക്കുമോ? ഞാൻ മാത്രം എന്താ എല്ലാ ഗെയിംപ്ലേയും തോക്കുന്നേ. കണ്ടോ എൻ്റെ നെഞ്ചത്തോട്ട് മാത്രം കയറി വരുന്നേ. ഇത് പറ്റില്ല. കണ്ടോ? ബെസ്റ്റ്. ഞാൻ ഇതിന് വളക്കി. എടാ അവൻ അവൻ ചത്തില്ലായിരുന്നു. അപ്പം ആരെയാ വണ്ടി ഇടിച്ചപ്പോൾ? അവനാണ് എന്നെ 2 വട്ടം ഇടിച്ചെന്നാ തോന്നുന്നു. അവനെ വണ്ടി ഇടിച്ചിട്ടാ. തിരിഞ്ഞു. നമ്മളെ ജയിക്കുള്ളൂ. അവൻ കുറേ പുറകിൽ നമ്മളെ ഫിനിഷ് പോയിന്റ് എത്തി. നമ്മൾ കണ്ടില്ല, നമ്മൾ ജയിച്ചു. അവൻ തോറ്റു. ഞാൻ ഫസ്റ്റ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആണെന്ന് നോക്കണം. യെസ്, നമ്മൾ തന്നെ ഫസ്റ്റ്. നമുക്ക് അടുത്ത ബൈക്കുമായിട്ട് നമുക്ക് റേസ് വെച്ചൊക്കെ ഒരു സ്കൂട്ടറെ നമുക്കുള്ളൂ കഴിച്ചു. അതുകൊണ്ട് കുറേ വണ്ടിയുണ്ട്. വമ്പൻ നിഞ്ച ചുറ്റാറാവണുണ്ട്. ഇതൊക്കെ ഏതാ വണ്ടി? എനിക്ക് ഒരു പിടിയില്ല. ലാസ്റ്റാണ് കിണ്ണ വണ്ടിയാണ്. പഴയവർ വരെ ഈ വണ്ടിയാണ് ടോപ്പാണ്. ഒരുത്തന്നെ എടുത്തത്. നമ്മൾ എടുക്കാൻ പറ്റുന്ന വണ്ടിയല്ല. നമുക്ക് ഇത് വെച്ചാണ് ഇപ്പോഴത്തെ റേസ് കഴിച്ചു.
ഏത് നമുക്ക് കണ്ടിട്ട് കുറച്ച് കോടയുണ്ട് ഗൈസ്. കോട എടി പോർച്ചുഗലൊക്കെ കിട്ടിയായിരുന്നു നല്ലായിരുന്നു. പോർച്ചുഗൽ ഒരു ദിവസം കിട്ടിയതായിരുന്നു. എടാ ഈ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, പക്ഷെ ജയിക്കില്ല. എടാ നമ്മൾ കയറിയ അവനേതാ നീയോ? എടാ അവൻ്റെ വണ്ടി ചില ചെടികളുണ്ടാക്കിയ വണ്ടിയാണ്. കാരണം എന്താ അറിയോ, അവൻ്റെ വണ്ടി അണങ്ങുന്നില്ല എന്നാണ് തോന്നുന്നത്. അവൻ എത്തിയിട്ടില്ല, അവൻ റേസിങ് തുടങ്ങിയെന്ന് തന്നെ അറിയത്തില്ല. എടാ അവൻ കയറി, അവൻ റേസിങ് തുടങ്ങുമല്ലോ ഇത് കഴിക്കുക ചെയ്തു. ഞാനെന്താ ഇത്ര നീതി? ഞാൻ അവൻ മുന്നിൽ കയറുന്നടങ്ങി അവനൊന്ന് ചത്തു. നമുക്ക് പറത്തിടുവാപ്പാ. എടാ ഒറ്റ ബൈക്കുകാരനില്ല ഈ ഗെയിമിൽ. വലിയ ബൈക്ക് റേസ് സാധനമാണ് കേട്ടോ. ഇത് ഒറ്റ ബൈക്ക് പോലും ഇല്ല. എടാ അതെന്തുവാനി പറ്റില്ല. നമ്മൾ എത്ര മൂന്നോട്ടല്ലേ എത്തേ? അവൻ 4 വട്ടം എത്തി. എടേ അവൻ 4 വട്ടം എത്തി, എന്നിട്ടും അവൻ മുമ്പിൽ കയറിയേ. ഞാൻ 3 വട്ടം എത്തി. എടാ എന്താടാ എല്ലാ വണ്ടിയും എന്താ നെഞ്ചത്തോട്ട് വരുന്നേ കണ്ടോ? എല്ലാ ഹെഡ്ലൈറ്റ് ഇടും. എടാ ഭയങ്കര തിരിവായി. അയ്യോ ഇല്ല ഒരു ചത്തിലും. എന്താ പൊന്നെ വിഷയം കളി വരുന്നു. ഇവിടെ വൻ പാടി, പാടാണ്. ഇവിടെ അവൻ ചത്ത് കിടക്കുക അവിടെ. ഇവിടെ ചത്ത് ഇവിടെ ഞാൻ എങ്ങനെയൊക്കെയോ വെട്ടിച്ച് പോകണോ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ജയിച്ചു, അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ഞാൻ. പിന്നെ ഇതിലും വലുത് ചാടിക്കിടന്നവനാണ് ഈ കെ ക്രിസ്റ്റോ ഷാജി. അടുത്തത് നമ്മൾ എന്തായാലും നോക്കും. അയ്യോടാ ഞാൻ നമുക്കൊരു സേവ് എടുക്കാം. ഞാൻ ഇല്ല ബ്രോ, നീ പോയി ജയിച്ചു. ഞാൻ ഇല്ല. ഞാനില്ലടാ വാഴ. അവൻ പോയി കഴിഞ്ഞു, ഞാൻ പോയിട്ടുണ്ടായി. കണ്ടോ അവൻ തെറിച്ചാണ്. അവന് ബൂസ്റ്റില്ലേ ആളാണ് ആളില്ല. എന്ത് തരും? അവനെ പൊട്ടിക്കാൻ പറ്റിയ നല്ലായിരുന്നു. ഞാൻ ഇതിലേക്ക് പോണേ, അവനും ചത്ത്. ഈ ടൈമിൽ നമുക്ക് മുന്നിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നല്ലായിരുന്നേ. മുന്നിൽ കയറണമെങ്കിൽ വിഷയമായിരുന്നു. ഇവൻ 2 വട്ടം ചാവുന്നു, ഞാനാണെങ്കിൽ 1 വട്ടമാണ്. അറിയാനായിട്ട് ഗെയിം വിഷയം പ്രോ ഗെയിമറാണ്. I am pro gamer. എങ്ങനെയൊക്കെയാ ഞാൻ പോണേ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇതിലേക്കൊക്കെയോ പോകുന്നുണ്ട്, ഒരു പിരിയിലാണ് അതിലേ പോകുന്നത്. നെഞ്ചത്ത് കയറരുത് പ്ലീസ്. അവൻ എവിടെ എത്തി നോക്കും? അവൻ ഓൾറെഡി 2 വട്ടം ചത്ത്. ഞാൻ എത്ര വട്ടം ചത്ത്? ഞാൻ 2. ചത്ത് ഞാൻ 3 വട്ടം ചത്ത്. മോനെ എൻ്റെ അത്ര രക്കൊന്നും ആർക്കില്ല വയസ്സ്. ഇപ്രാവശ്യം നമ്മൾ തോറ്റു, ഉറപ്പാണ് വയസ്സ്. നമ്മൾ തോറ്റു. ഇല്ല ഈ കളി കൂട്ടില്ല വയസ്സ്. അന്ന് ഈ കളി ഞാൻ അറിയാണ്ട് ഒരു ബൈക്കിൽ തന്നെ 2 വട്ടം എടുത്തു. എങ്ങനെയാടാ എടുത്ത വണ്ടി ഇരിക്കുമ്പോൾ എന്തായാലും ആവും. അവൻ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടീനുള്ളിൽ കൂടെ കയറുക. എന്താണ് കൂട്ടുന്നത് പറ. ഇത് തന്നെ ഈ
കളി കൂട്ടില്ലായിരുന്നു ഗൈസ്. കാരണം ഞാൻ ഒരു വണ്ടിയാണ് കണ്ടത്, കാരണം ആ കളി കൂട്ടില്ല. അയ്യോടെ ഞാൻ തെറ്റെടുത്തു, ഞാൻ ടയർ മാറ്റിയില്ല. മറ്റേ ഇതിന് ക്ഷീണമായി, മറ്റേ വൻ ഗ്രിപ്പാണ്, തെറിച്ച് പോകും. അടുത്ത വളയ്ക്കാനൊക്കെ ഈസി ടിമ്പിളാണ്, സിമ്പിൾ ടിമ്പിൾ, ഈസി പീസി. ഗൈസ് നിങ്ങളൊരു ഗെയിമിൻ്റെ ഹൊററോ അങ്ങനെ എന്തെങ്കിലും ഗെയിമിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക, ഞാനത് കളിച്ച് ഇരുന്നതാണ്. ഞാൻ കളിച്ചിടാൻ കഴിയും ആ ഗെയിം. പി സിക്കൊന്നും ഇടില്ലേ, എനിക്ക് പി സി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്വിച്ച് പോയി. നമ്മുടെ ഈ അല്ല സ്വിച്ചല്ല, ഞാൻ ഇതിനു മുമ്പ് സ്വിച്ചാണ് പറഞ്ഞത്. സ്വിച്ചല്ല, പി സിൻ്റെ ഈ ഇത് മൗസ് പോയി, മൗസിൻ്റെ വയറ് ഇതിൽ കണ്ടിട്ട് പോയി. അങ്ങനെ കടക്കൊണ്ടൊക്കെ ഒത്തുപോയെന്ന് മനസ്സിലായി. അതിൻ്റെ ഈ ചതലും കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ലോൺ ഇങ്ങനെയൊക്കെ തിരിച്ച് രണ്ടിലൊക്കെ ഇവിടെ അവനെന്താ വാഴ കല്ലെടുത്തെറിയവനെ. ഇവിടെ ഞാൻ ഇത്രയും പ്രോ ചെയ്യുന്നതാണ്, എനിക്കറിയില്ല എന്താ വിഷയങ്ങളില്ല. ഇവിടെ ഞാൻ എങ്ങനെയൊക്കെ തിരിക്കുന്നു, എനിക്കില്ല. അയ്യോ ഇപ്പൊ ചാവൊന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ സെയിം ടു ഇവിടെ ഇവിടെ വൺ പാടാണ്, ഇവിടെ വൺ പാടാണ്. സൃഷ്ടി ആ ഇപ്പൊ ചത്ത വിഷയമായിരുന്നു. അടുത്ത പിടിക്കല്ലേ പ്ലീസ്. യോ ഇവിടെ ജസ്റ്റിനാണോ ഞാൻ ചോദിച്ചു. ഇവിടെ അവൻ ഏതൊരു കുറേ മുന്നിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ എങ്ങനെയൊക്കെ ജയിച്ചേ, ഒരു പിടിയില്ലേ പരിസരമില്ല. ഫിഷൻ കളിയൊക്കെ വേണം ഈ ബൈക്ക് കിട്ടാൻ. ഇതല്ല വിൻറ്റേജ് ലാസ്റ്റ് ഇറക്കുന്ന ആ വണ്ടി, ഈ വണ്ടി കിട്ടാം. ഞാൻ കളിയൊക്കെ കളിക്കാം. ഞാൻ ഇതൊരു വേണ്ടി നൂബിനെ പോലെ മഴയും നാട് അങ്ങനെയാണ് ഗൈസ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം ഇവിടെ വയനാട്ടിലുള്ളവരോട് കുറേ റെഡ് അലേർട്ടാണ്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലേ, ലൈക്ക് സബ്സ്ക്രൈബും വേണം ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.